ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമല്ലേ? നമ്മളിന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ പോവാം. പാഠത്തിൻ്റെ പേര് സഭാ ശുശ്രൂഷകർ, 5-ാം പാഠമാണ്. ഈ പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സഭാ ശുശ്രൂഷകർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെ ഓർമ്മ വന്നു, കൂടാതെ കന്യാസ്ത്രീമാരെ ഓർമ്മ വന്നു, പിന്നെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കപ്പ്യാർ, അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് ആ സഭാ ശുശ്രൂഷ എന്ന ആ പേര് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അല്ലേ? അവരൊക്കെ സഭയെ ശുശ്രൂഷിക്കുന്നവരൊക്കെ അല്ലേ? അല്ലേ? ഇന്ന് നമ്മൾ ആ സഭാ ശുശ്രൂഷകരെ പറ്റിയാണ് പഠിക്കുന്നത്. അവരെങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമുക്ക് പഠിച്ചാലോ? ഈശോയ്ക്ക് എത്ര ശിഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, 12 ശിഷ്യരുണ്ടായിരുന്നു. അവരെ എന്തായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്? അവരെ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? അപ്പോസ്തലന്മാരെന്ന് അവരെ നമ്മൾ പറയുമായിരുന്നു, അല്ലെങ്കിൽ അവരറിയപ്പെട്ടിരുന്നത് അപ്പോസ്തലന്മാരെന്നായിരുന്നു, അല്ലേ? അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? അതെ, അയക്കപ്പെട്ടവൻ എന്നായിരുന്നു. അപ്പോസ്തലന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ഈ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. നമ്മുടെ രൂപതയുടെ മെത്രാൻ ആരാണ്? നമ്മുടെ രൂപത മെത്രാൻ ആരായിരുന്നു? നമ്മുടെ രൂപത ഏതാണ്? ആലപ്പുഴ രൂപത മെത്രാൻ്റെ പേരെന്താണ്? നമ്മുടെ രൂപതാ മെത്രാൻ ആരാണ്? അതെ, ജെയിംസ് ആനാമ്പറമ്പിൽ അച്ഛനാണ് നമ്മുടെ ഇപ്പോഴത്തെ രൂപതാ മെത്രാൻ. ആലപ്പുഴ രൂപതയുടെ ഇപ്പോഴത്തെ രൂപതാ മെത്രാൻ ആരാണ്? ജെയിംസ് ആനാമ്പറമ്പിൽ. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഈശോ സഭയുടെ ശുശ്രൂഷക പാലനം ആർക്കൊക്കെ എങ്ങനെയെല്ലാം നൽകിയെന്ന് നമ്മൾ ഇനിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. യേശുവിൻ്റെ ശിഷ്യരിൽ പ്രധാനിയായിരുന്നു ഷിമയോനെ വിളിച്ചിരുന്നത് മറ്റൊരു പേരിലായിരുന്നു. എന്തായിരുന്നു? അതെ, പത്രോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. പത്രോസ് എന്നാണ് ആര് വിളിച്ചിരുന്നത്? അതെ, യേശു വിളിച്ചിരുന്നത് പത്രോസ് എന്നാണ്. പത്രോസ് എന്ന പദത്തിൻ്റെ അർത്ഥം പാറ എന്നാണ്. പത്രോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പാറ. പത്രോസിനെയാണ് സഭയുടെ അടിസ്ഥാന ശിലയായി ഈശോ നിയോഗിച്ചത്. ആരെയാണ് സഭയുടെ അടിസ്ഥാന ശിലയായി നിയോഗിച്ചത്? അതെ, പത്രോസിനെയാണ് ഈശോ സഭയുടെ അടിസ്ഥാന ശിലയായി നിയോഗിച്ചത്. അപ്പോൾ പത്രോസ് ആകുന്ന പാറമേൽ പണി തീർത്തതാണ് നമ്മുടെ സഭ. സഭയുടെ അടിസ്ഥാന ശിലയായി മാത്രമല്ല പത്രോസിനെ ഈശോ നിയോഗിച്ചത്. സഭാ ശുശ്രൂഷകരിൽ ഒന്നാമനായി പത്രോസിനെയാണ് ഈശോ നിയോഗിച്ചത്. പത്രോസിൻ്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? അതെ, ഫ്രാൻസിസ് പാപ്പയാണ് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ്. മെത്രാന്മാരെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് വൈദികർ. തിരുപ്പട്ടം എന്ന കൂദാശ വഴിയാണ് അവർ നിയോഗിക്കപ്പെട്ടത്. വിശ്വാസികളുമായി നേരിട്ട് ഇടപെടുന്നതും അജപാലന കർമ്മങ്ങൾ നിർവഹിക്കുന്നതും നമ്മുടെ വൈദികരാണ്. അതുപോലെ തന്നെ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്ന വ്രതങ്ങൾ വഴി സഭയ്ക്ക് വേണ്ടി അർപ്പണം ചെയ്യപ്പെട്ടവരാണ് നമ്മുടെ സന്യസ്തർ. അതുപോലെ തന്നെ വൈദികരും സന്യസ്തരുമല്ലാത്ത ക്രിസ്തീയ വിശ്വാസികളാണ് അൽമായർ. തിരുസഭ നമ്മുടെ നന്മയെ കരുതി 5 കൽപ്പനകൾ നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 കൽപ്പനകളെന്ന് നോക്കിയാലോ? അതെ, ഒന്നാമത്തേത് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആ ദിവസങ്ങളുടെ വിശുദ്ധീകരണത്തെ തടസ്സപ്പെടുത്താവുന്ന ജോലികളിലും പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. ഇനി 2, വർഷത്തിലൊരിക്കലെങ്കിലും അനുരഞ്ജന കൂദാശയ്ക്കണഞ്ഞ് പാപങ്ങൾ ഏറ്റുപറയുക. മൂന്നാമത്തേത് പെസഹ കാലത്തെങ്കിലും ദിവ്യകാരുണ്യ കൂദാശ സ്വീകരിക്കുക. 4, സഭ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ മാംസഭക്ഷണം വർജിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുക. 5, ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സഭയുടെ ഭൗതികാവശ്യങ്ങൾക്ക് വേണ്ടത് കൊടുത്ത് സഹായിക്കുക. ഇതാണ് തിരുസഭയുടെ കൽപ്പനകൾ. 5 കൽപ്പനകളാണ് തിരുസഭ നൽകിയിരിക്കുന്നത്. എത്ര കൽപ്പനകളാണ്? 5.
നമ്മുടെ സഭയുടെ വളർച്ചയെ കുറിച്ച് കണ്ടു. അതുപോലെ നമ്മുടെ സഭയുടെ ശുശ്രൂഷകരെ പറ്റിയും നമ്മൾ കണ്ടു അല്ലേ. ഇതുപോലെ നമ്മുടെ ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതെ, വിശുദ്ധ സ്റ്റീഫൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ സ്റ്റീഫൻ്റെ ഒരു ചെറിയൊരു കഥയാണ്. എങ്കിൽ നമുക്ക് കണ്ടാലോ? After the resurrection of Jesus, many people became believers and were baptized. One such person was Stephen. He was full of God's grace and power. When he preached, people listened. He was speaking wisdom, healing the sick, performing miracles, and proving the power of Christ among the people. Every day Stephen would go into public places and tell people about Jesus. Some of the leaders and Pharisees were not happy about this. One such Pharisee was named Saul. He hated Christians and wanted to destroy them. Every day, the religious leaders looked for an opportunity to arrest Stephen. As more and more people started to believe in Jesus, the religious leaders knew they were running out of time. Some of them decided to make up lies about Stephen, spreading rumors that he was saying bad things about God. This was called blasphemy, and was the perfect accusation to get rid of Stephen. One day, while Stephen was still preaching, they grabbed him and brought him before the religious council. Their evil plan finally succeeded. Stephen was dragged into court, where false witnesses said, "This man is saying bad things about our holy temple and the law. He is saying that Jesus will destroy the temple. He's saying that Jesus has changed the laws. What do you have to say for yourself?" the leaders demanded. As Stephen began to speak, the Holy Spirit came upon him, and his face started to glow. "Listen to me," said Stephen. Everyone quieted down as the angel-like man began to talk. He told them all about their country's great history, their sad disobedience, and how Jesus came to change it all. In telling the story, he had to tell them about their own sin and evils. They did not like this at all. They became so angry that they decided to kill him. They seized Stephen and dragged him outside the city walls. They picked up stones and started to throw them at him. As the stones fell onto Stephen's body, breaking his bones and bruising his flesh, he did not stop praying. Instead, he continued to preach about Jesus. As he died, he cried out, "Lord, do not hold this sin against them." One man standing there was Saul of Tarsus, a Pharisee, who later would become the Apostle Paul. Saul, at that time, wanted to do everything to stop people from believing in Jesus. Later on, Jesus would appear to Saul, and Saul would himself become a believer. ഇന്ന് ഈ പാഠത്തിലെ പ്രവർത്തനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വേറൊന്നുമല്ല, ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്റ്റീഫൻ എന്ന് നമ്മൾ കണ്ടില്ലേ. ഇതുപോലെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായ ഒത്തിരി വിശുദ്ധരുണ്ട്. അവരുടെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാതാപിതാക്കളുടെ സഹായത്തോടെ ശേഖരിച്ച് എഴുതുക. പേരുകൾ ചോദിച്ചറിഞ്ഞ് എഴുതി വയ്ക്കുക. ഇതെനിക്ക് അയച്ചു തരികയും വേണം. എല്ലാവരും മറക്കാതെ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ വചനരീതി കോമ്പറ്റീഷൻ്റെ കാര്യവും മറക്കാതെ എല്ലാവരും വചനങ്ങൾ എഴുതാനും പറയാനും മറക്കരുത്. എങ്കിൽ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.